ദീപാവലി ആഘോഷ തിമിർപ്പിലായിരുന്നു UAE, വിശേഷിച്ചും ദുബായ്. ഗ്ലോബൽ വില്ലേജ്, അതുപോലെ തന്നെ ഇന്ത്യൻ പ്രവാസികൾ തിങ്ങിപ്പാർക്കുന്ന റെസിഡൻഷ്യൽ ഏരിയകളിലെല്ലാം ദീപാവലി ആഘോഷം പൊടിപിടിച്ചു. ആ കാഴ്ചകളാണ് ഗൾഫ് പനോരമയിൽ ആദ്യം. ഇന്ത്യക്ക് പുറത്ത് ഒരുപക്ഷെ ദീപാവലി ആഘോഷത്തിന്റെ പൂർണ്ണത കാണണമെങ്കിൽ ദുബായിലെത്തണം. കരാമ, ബർദുബായ്, അൽഖിസൈസ് തുടങ്ങി ഇന്ത്യൻ പ്രവാസികൾ താമസിക്കുന്ന റെസിഡൻഷ്യൽ പ്രദേശങ്ങൾ മുഴുവൻ ഒരാഴ്ചയോളം ദീപാവലി വൈബിൽ തന്നെ ആയിരുന്നു. രാത്രി സമയത്ത് ഇവിടൊക്കെ എത്തിയാൽ ഏതെങ്കിലും ഇന്ത്യൻ നഗരപ്രദേശമാണെന്ന് തന്നെ തോന്നിപ്പോകും. അത്രയ്ക്കായിരുന്നു അലങ്കാരങ്ങളും ദീപാവലി ആഘോഷത്തിനായുള്ള ഒരുക്കങ്ങളും. UAE രാഷ്ട്ര നേതാക്കൾ ഇന്ത്യൻ പ്രവാസികൾക്കും ലോകമെങ്ങും ദീപാവലി ആഘോഷിക്കുന്നവർക്കും ആശംസകൾ നേർന്നു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും എന്നിവർ ആശംസകൾ പങ്കുവച്ചു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ദുബായ് ടൂറിസം വകുപ്പിന്റെ ഔദ്യോഗിക ആഘോഷങ്ങളുടെ പട്ടികയിലും ദീപാവലി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ കോൺസുലേറ്റിന്റെ സഹകരണത്തോടെ ദുബായ് ടൂറിസത്തിന് കീഴിലുള്ള ഫെസ്റ്റിവൽസ് ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് നഗരത്തിലെ വിവിധയിടങ്ങളിൽ ദീപാവലി ആഘോഷ പരിപാടികൾ ഒരുക്കിയിരുന്നു. പ്രധാന വേദിയായ അൽസീഫിലും ഗ്ലോബൽ വില്ലേജിലും വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളാണ് നടന്നത്. പ്രശസ്ത കലാകാരന്മാരുടെ സ്റ്റേജ് ഷോകളും ഉണ്ടായിരുന്നു. ദുബായ് പോലീസിന്റെ ഔദ്യോഗിക ബാൻഡ് സംഘം ഒരുക്കിയ സംഗീത വിരുന്ന് കാഴ്ചക്കാരിൽ ആവേശം നിറച്ചു. സൂപ്പർ ഹിറ്റ് ഹിന്ദി ഗാനങ്ങൾ ദുബായ് പോലീസ് ബാൻഡ് സംഘം വേദിയിൽ വായിച്ചു. Diwali is a period of joy, happiness. Of course, it illuminates everybody's lives. This festival will be true to its reputation. Since last year, there's been overwhelming crowd response, as you can see there. There'll be music. There'll be a lot of cultural elements. There'll be fireworks. Diwali cannot be there without fireworks. So everything which makes us happy, which makes us feel connected to our culture back home, will be available. And nowhere in the world this is possible except in Dubai. ദുബായിൽ ഇന്ത്യൻ സിലബസ് പിന്തുടരുന്ന സ്കൂളുകൾ പലതും ദീപാവലി പ്രമാണിച്ച് അവധിയും നൽകി. ചില സ്വകാര്യ സ്ഥാപനങ്ങളും ഇന്ത്യൻ പ്രവാസി ജീവനക്കാർക്ക് അവധി അനുവദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കുടുംബത്തിനൊപ്പവും സുഹൃത്തുക്കൾക്കൊപ്പവും ദീപാവലി ആഘോഷിക്കാനുള്ള അവസരം പലർക്കും ലഭിച്ചു. ദീപാവലി ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ ബ്രാൻഡുകൾ 75% വരെ വിലക്കിഴിവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. Big retail promotions across the city. You have a lot of gold and jewelry offers and big raffle draws with prizes up to $500,000 dirhams just during the Diwali period alone. And this wouldn't have happened without the collaboration and the partnership that we have with with the team behind organizing the festival, the Noor Festival Lights, as well as our partners at Consulate of India, who have been nothing but amazing, and we were very proud and encouraged to collaborate with them on a regular basis, and looking forward to the editions to come. UAE ഏറ്റവും വലിയ ഇന്ത്യൻ പ്രവാസി കൂട്ടായ്മകളിലൊന്നായ FOI ഇവന്റ്സ് ഈ വർഷവും ദീപാവലി ആഘോഷം അതിഗംഭീരമായി തന്നെ നടത്തി. ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവനാണ് ദീപാവലി ഉത്സവ് ഉദ്ഘാടനം ചെയ്തത്. ദുബായ് എത്തിസലാത്ത് അക്കാദമി മൈതാനിയിൽ ഇന്ത്യയുടെ ചെറിയൊരു പതിപ്പ് തന്നെ ഒരുക്കിയായിരുന്നു ആഘോഷങ്ങൾ. To see about 10,000 people gather and celebrating, this was a phenomenal feeling. One felt so happy seeing the same Indian culture being celebrated in a very vibrant manner in UAE. It really shows how we are woven together as a nation. This is one of the happiest periods in a year, right? Starting from Navratri until Makar Sankranti, and this year Eid will be after that. For no reason people are happy. ഇന്ത്യയുടെ സംസ്കാരം, പൈതൃകം എന്നിവ പ്രമേയമാക്കി ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയ രംഗോലി മത്സരവും ഇത്തവണ സന്ദർശകരുടെ ശ്രദ്ധയാകർഷിച്ചു. UAE വിവിധ എമിറേറ്റുകളിൽ നിന്നുള്ള 80-ലേറെ സംഘങ്ങളാണ് ഇത്തവണ രംഗോലി മത്സരത്തിൽ മാറ്റുരച്ചത്. വിവിധ നിറങ്ങളിൽ
പ്രകൃതിയിൽ നിന്ന് തന്നെയുള്ള ഉൽപ്പന്നങ്ങൾ ചേർത്തൊരുക്കിയ 100 കണക്കിന് രംഗോലി കളങ്ങളാണ് ഇത്തവണ ഉണ്ടായിരുന്നത്. FOI ഒരുക്കുന്ന ദീപാവലി ഉത്സവിലെ ഏറ്റവും ആകർഷണീയമായ ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന രംഗോളി കോമ്പറ്റീഷനാണ്. വളരെ രസകരമാണ് ഈ ഒരു കളർഫുള്ളായിട്ടുള്ള ഒരുപാട് കളറുകൾ നിറഞ്ഞിട്ടുള്ള ഈ ഒരു കളങ്ങൾ കാണാൻ. നമുക്കൊപ്പം പ്രഭവുണ്ട്, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഓർഗനൈസറിൽ ഒരാളാണ്. പ്രഭവ്, ഇതെങ്ങനെയായിരുന്നു ഈ ഒരു എത്ര ടീം പങ്കെടുത്തു, അതുപോലെ തന്നെ എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു ഓർഗനൈസേഷൻ? നമുക്ക് രജിസ്ട്രേഷൻസ് ടോട്ടൽ വന്നിട്ടുള്ളത് 87 ടീംസാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ. അപ്പോൾ ഇത് കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് നമ്മൾ ലിങ്കും ഡീറ്റെയിൽസും നമ്മൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓൾ ഓവർ UAE പാർട്ടിസിപ്പൻസ് വന്നിട്ടുണ്ട് ഫ്രം ഓൾ ഓവർ UAE. ഈ പ്രാവശ്യത്തെ തീം പ്രകൃതി ഓർ പരമ്പര ഭാരത് കി പെഹചാൻ എന്ന തീമായിരുന്നു. അതായത് നേച്ചർ ആൻഡ് ഐഡന്റിറ്റി ഓഫ് ഇന്ത്യ. സോ അത് നമ്മൾ കൗൺസിലേറ്റ് ത്രൂ എല്ലാ ഫ്രണ്ട്സ് ത്രൂ ഫാമിലി ഫ്രണ്ട്സ് ത്രൂ ഗൂഗിൾ ഫോം എല്ലാം നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഇത്രയും ഒരു 90% ടീംസ് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ സംസ്കാരം, പാരമ്പര്യം, സ്വത്വം എന്നതായിരുന്നു ഇത്തവണത്തെ പ്രമേയം. പ്രശസ്തരായ ആർട്ടിസ്റ്റുകളാണ് രംഗോളി കളങ്ങളുടെ മിഴിവും പൂർണ്ണതയും വിലയിരുത്താൻ എത്തിയത്. നല്ല വർക്കുകളുണ്ട്, ക്രിയേറ്റിവിറ്റി ഉള്ള വർക്കുകളുണ്ട്, ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകമുള്ള വർക്കുകളുണ്ട്. ഇങ്ങനത്തെ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം നമ്മുടെ ഈ രാജ്യത്തിനെ കാട്ടിക്കൊടുക്കുന്നത് ഇവരെടുക്കുന്ന ഒരു ഇനീഷ്യേറ്റീവ് വലിയൊരു കാര്യം തന്നെയാണ്. The theme is, for me, it is new. I learn a lot about the symbolic that in this painting and what it is mean and everything. Some of them are really, really very striking. Really nice. I mean, it's nice to see so many colorful and like so many creative ways they've used, like eco-friendly things that they've used to create the rangoli. So it's nice to see. പ്രായഭേദമന്യേ ആർക്കും പങ്കെടുക്കാനാകും വിധമാണ് ഇത്തവണയും FOI ഇവന്റ്സ് ദീപാവലി ഉത്സവിന്റെ ഭാഗമായ രംഗോലി മത്സരം സംഘടിപ്പിച്ചത്. നമുക്ക് ഏകദേശം ഒരു 12ഓളം സ്റ്റേറ്റിൻ്റെ ഫുഡ് സ്റ്റാൾസ് ഉണ്ട്. ഇവിടെ വരുന്ന ദീപാവലിക്ക് വരുന്ന ആൾ വെറുതെ ഒരു പെർഫോമൻസ് കണ്ടുപോകുന്നതിലേറെ എല്ലാ കസിൻസും ഒന്ന് ആസ്വദിച്ച് പോവുക. അതിൻ്റെ സ്റ്റേജിൽ പരിപാടി നടക്കുന്ന സമയത്ത് തന്നെ അവർക്ക് കൂടെ അതിൻ്റെ കൂടെ തന്നെ ഇതൊക്കെ ആസ്വദിക്കാനുള്ളൊരു അവസരം കൂടി കൊടുക്കുകയാണ്. അതേപോലെ തന്നെ രംഗോലിയും നമ്മളെ ട്രഡീഷനും കൾച്ചറും പെർഫോം ചെയ്യുന്ന രീതിയിലുള്ള ഒരു തിമാറ്റിക്കായിട്ടാണ് ചെയ്യുന്നത്. ഏകദേശം 100ഓളം ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. ഓരോ ടീമിലും 3-4 ആൾക്കാരുള്ള രീതിയിലാണ് പരിപാടി നടത്തിയിരിക്കുന്നത്. ദീപാവലി ഉത്സവിന്റെ ഭാഗമായി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ തനത് കലാരൂപങ്ങൾ അണിനിരന്നു. ഇരുപതോളം സംസ്ഥാനങ്ങളിലെ പ്രാദേശിക നൃത്തരൂപങ്ങളും വേദിയിൽ അവതരിപ്പിച്ചു. ഗായകരായ ഹരിചരണും സുനിത സാരഥിയും ചേർന്നൊരുക്കിയ സംഗീത നിശയായിരുന്നു ആഘോഷത്തിലെ മുഖ്യ ആകർഷണം. ഭാരതത്തിന്റെ സാംസ്കാരിക തനിമയും ഐക്യവും വിളിച്ചോതുന്ന കാശ്മീരം മുതൽ കന്യാകുമാരി വരെയുള്ള ജനങ്ങളുടെയും കലകളുടെയും ഭക്ഷണ വൈവിധ്യത്തിന്റെയും സംഗമമായിരുന്നു FOI ഇവന്റ്സ് ഒരുക്കിയ ദീപാവലി ഉത്സവ്.